ഉമ്മയെ അവഗണിച്ചുകൊണ്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ ഗൗരവതരമായ പ്രഖ്യാപനം. ദിവസം മുഴുവൻ അവരെ കാത്തിരിക്കുന്ന ദിവസങ്ങളുണ്ടാകും. നീ ഒന്ന് വന്നെങ്കിൽ, നിന്നെ ഒന്ന് കാണാനായെങ്കിൽ എന്ന് കൊതിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്. നമ്മുടെ വരവ് കണ്ടാൽ, നമ്മുടെ വരവ് കേട്ടാൽ സന്തോഷിച്ച് കാത്തിരിക്കുന്ന ഉമ്മമാര്, വരാനായില്ലെങ്കിലും ഒരു വിളിക്ക് വേണ്ടി കാതോർക്കുന്ന ഉമ്മമാരുണ്ട്. വരാനായില്ലെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും കിട്ടട്ടെ, എന്റെ മോന്റെ ശബ്ദമൊന്ന് കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയുണ്ട്. അവരുടെ കണ്ണുനീരുകൾ, അവരുടെ കണ്ണ് നിറയും. ഫോണിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഉമ്മ, അസ്സലാമു അലൈക്കും ഉമ്മ എന്നുള്ളൊരു വിളി കേൾക്കാൻ കൊതിക്കുന്ന, അത് കേട്ടാൽ എല്ലാം മറക്കുന്ന, ഇനി അവർക്ക് അന്നത്തെ ദിവസം ഇനി ഒന്നും വേണ്ട, അത്രയും വലിയ സന്തോഷത്തിലാകുന്ന ഉമ്മയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്നാണ് മാതാവിനെ പടച്ച റഹ്മാനായ റബ്ബ് പറയുന്നത്. അത് അള്ളാഹ് വ്യക്തമാക്കി തന്നതിലൂടെ നമ്മളിനി എങ്ങനെയാണത് പറഞ്ഞറിയിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഒന്ന് കാണാൻ കൊതിച്ചിട്ട് കാണാൻ സമ്മതം കൊടുക്കാത്ത മക്കൾ, എത്രയോ കാലമായി ഒന്ന് കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഉമ്മയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുകയാണ്. ആ വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന ഉമ്മയോട് അത് വിളിക്കാൻ സന്നദ്ധമല്ലാത്തവർ, ഭാര്യമാരോട് ഏറെ നേരം സംസാരിക്കും, മറ്റുള്ളവരോട് ഏറെ നേരം ചാറ്റ് ചെയ്യും, ഒരുപാട് ആളുകളോട്, അകലെയുള്ളവരോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. പാതോരാതെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഒരു മിനിറ്റ് എന്റെ മോനെന്ന് എന്നോട് സംസാരിച്ചെങ്കിൽ എന്ന് കൊതിക്കുന്ന ഉമ്മയോട് മാത്രം നമുക്ക് ചാറ്റ് ചെയ്യാൻ, വിളിക്കാൻ, സംസാരിക്കാൻ ഒന്നിനും നമുക്ക് നേരമില്ല. കാരണം അവർ പഴയതായി പോയി, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് നമ്മുടെ അത്ര ആരോഗ്യമില്ല, അവർക്കൊരു പക്ഷേ സൗന്ദര്യമില്ല, അവർക്കൊരു പക്ഷേ ലോകം തിരിയില്ല, അവരൊരു പക്ഷേ കാണാനൊട്ടും കൊള്ളില്ല. ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു ആ തൊലികൾ, നരച്ച് വെളുത്തിരിക്കുന്നു ആ താടിയും, അതുപോലെ തന്നെ തലയും, അതുപോലെ തന്നെ അവരുടെ മുടിയിഴകളുമൊക്കെ, അവരുടെ വിരലുകളെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അവരാണെങ്കിലും അവരിങ്ങനെ ഉയർത്തുന്നുണ്ട് അവരുടെ കൈകൾ റഹ്മാനായ റബ്ബിലേക്ക്. അല്ലാഹുവേ, എൻ്റെ മോൻ, എൻ്റെ മോൾ അവരങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ പിന്നെ മണ്ണിലാണ്. നമുക്ക് വേണ്ടി ഉയരാൻ ഇനി ആ കൈകൾ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അത് വില കൊടുത്താൽ കിട്ടുന്നതല്ല. അത് ലക്ഷങ്ങളും കോടികളും കൊടുത്താലും കിട്ടുന്നതല്ല. അത് നഷ്ടപ്പെട്ടവർക്കറിയാം അതിന്റെ വേദനകൾ. ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്തവരില്ലേ, ഉപ്പമാര് ജീവിച്ചിരിപ്പില്ലാത്തവരില്ലേ, അവർക്കറിയാം അതിന്റെ വേദന. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്നറിയോ? ജീവിതത്തിൽ ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. എന്തിനേക്കാളും വലുതവരോട് എന്ന് പറഞ്ഞില്ലേ? സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ഏറ്റവും വലിയ കടമ ഞാൻ ആരോടാണ് നിർവഹിക്കേണ്ടത്? നിന്റെ ഉമ്മയോട് എന്നാണ്. പിന്നീടാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നീ തീർച്ചയായും ഞാൻ ലാ അഅലമു അമല, ഒരമലും എനിക്ക് അറിഞ്ഞുകൂടാ, അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, ഉമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു വലിയ നന്മയും ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ്.